ഹായ് ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ. ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ്. എന്തോ എന്നാമ പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മതി മതി പറയലില്ല. നിർത്തിക്കോ. അപ്പോ ആ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ വീട്ടിലൊരു ചെറിയ പണി എടുക്കുന്നുണ്ട്. അത് വെച്ചാൽ നമ്മളെ വീട് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളെ ഒരു കുഞ്ഞു ഗ്രാമത്തിലല്ലേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ചുറ്റും മരങ്ങളാണ്. അപ്പോൾ ലബ്ബർ മരങ്ങൾ. അപ്പോൾ ലബ്ബർ മരങ്ങളായതുകൊണ്ട് ഭയങ്കര കൊതുക് ശല്യങ്ങളാണ് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ചെറിയ പണിയാണ് വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണിക്കാം, കണ്ടുകൊണ്ട് പറയാം കേട്ടോ. അകത്തേക്ക് പോവാം. കയ്യിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടേ. ഞാനത് കേട്ടോ. ഇതിപ്പോ ഇല്ലേ എടാ വീഡിയോ ചെയ്യുമ്പോ ഇത് കഴിച്ചോ ഊരി പിടിച്ചിട്ടുണ്ടാവും. ഇതെന്താ അത് ഊരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാടാ ഇത് മുന്നിൽ അതെന്താണെന്നറിയാം. ഇപ്പം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ വരല്ലോ പറഞ്ഞിട്ടുണ്ടായി പല്ല് കെട്ടുന്നതിൻ്റെ ലിപ്പും കേട്ടോ. നമ്മളത് വീഡിയോ കാണിച്ചിട്ടുണ്ടേനും. എന്നാലും ചിലർ പറഞ്ഞിട്ടുണ്ട് കെട്ടണേ അവരടുത്ത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണേ. ഒന്ന് ആ സാധനം കാണിക്കറാവി, സാധനം കാണിക്കണം. പല്ല് കെട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും വന്നാലും ഒന്ന് ചെറുങ്ങനെ ചെയ്യാന്നുള്ളതുകൊണ്ട് ഇട്ട പല്ലിന്റെ അകത്ത് തന്നെ ഇപ്പൊ ഇവിടെ ചെറിയ ചെറിയ വണ്ണം പോലെ കണ്ട അതിനെല്ലാം ഇത് ഒരു നമ്മൾ ആണി തറപ്പിക്കുന്ന പോലത്തെ ഒരു സാധനം വെക്കുന്നത് ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടി. അതെ. അപ്പോൾ അലൈൻമെന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് ആവുക. ആരല്ലോ ഇങ്ങനെ പറഞ്ഞേട്ടോ അത് ഇടണമെന്ന്. അവരെ അടുത്തായിട്ട് ഒന്ന് കണ്ടിട്ടില്ലെന്ന് പറയുന്നേ. ഇന്നലത്തെ വീഡിയോക്കും ഫേസ്ബുക്കിലെല്ലാം വീഡിയോ ഇട്ടതിനിടയിൽ കുറേ കമന്റ് കണ്ടു. ഭയങ്കര വിഷമം തരത്തിലാണ് കമന്റ്. ചിലതെല്ലാം അങ്ങനെയല്ലേ അവരുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഇതല്ലേ. നമുക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ പറയുന്നതിനോട് വിഷമമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളാരും ചെയ്തിട്ട് പറ്റുന്നല്ല. ഓരോ കുറവുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മള് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മനുഷ്യന്മാർ അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ പോവാ. ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം നന്നാക്കാൻ പറ്റൂലേ? ഇതെല്ലാം പറ്റുന്നുണ്ട്. പക്ഷെ ചിലരെ കുറവുകൾ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന തരത്തിലെല്ലാം പറയുമ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളുണ്ടപ്പാ. നമ്മൾ അതെല്ലാം കുറവൊന്നും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാ അങ്ങനെ പോവാ. മനുഷ്യന്മാർ അപ്പുറം വേറെ അല്ലേ, അങ്ങനെ കാണും കേട്ടോ. ഏറ്റവും എന്റെ കുറവായിട്ട് കണ്ടുകൊണ്ടുണ്ടായത് എന്റെ പല്ല് ചിരിക്കാനും അടിച്ചിട്ട് അങ്ങനെയല്ല. അല്ല ഞാനിപ്പോ പറഞ്ഞറിയാം, അവനൊരു വീഡിയോയില് ഇങ്ങനെ ഓരോ 1-2 ആൾക്കാർ അത് അവരെന്താ അങ്ങനെ എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നല്ല നല്ല ഒരുപാട് കമന്റ്സ് ഉണ്ട്, നമ്മളത് നോക്കുന്നില്ല. എന്നാലും അങ്ങനെ നമ്മളെ നല്ല വേറെ ആരെങ്കിലും ആണെങ്കിലും അങ്ങനെ പറയുമ്പോൾ അവർക്ക് അത് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്നറിയാം. നമുക്ക് ഇങ്ങനെ കുഴപ്പമില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ലാതെ മനസ്സിലാക്കുന്നു. ചിലർക്കെല്ലാം അത് ഭയങ്കരമായിട്ട് വേദന തോന്നും. എന്തപ്പാ ഇങ്ങനെ പറയുന്നത് പറ്റി. നമ്മൾ മനുഷ്യനെ ഓരോ തരത്തിലല്ലേ. അപ്പൊ അതെല്ലാരും അക്സെപ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള കുറവുകളുണ്ടപ്പാ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വേദന ആവുന്ന ഒരു വിചാരിക്കുക, അങ്ങനത്തെ ഒരു കമന്റ് നിങ്ങൾ മൈൻഡിൽ എടുക്കുക വേണ്ട. അതെ വേണ്ട. അല്ലേ നമ്മളെ അതെ അതൊന്നും കൂടെ എത്രയോ ലക്ഷം പേരിൽ ഒരാളെല്ലാം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ അവരുടെ അടുത്ത് പറയുക അവർ വേറെ അടുത്തെങ്കിലും ഇപ്പൊ പറയുമ്പോലേ അത് അവർക്ക് ചിലപ്പോൾ വിഷമാണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞെന്നുള്ളേ. അങ്ങനൊന്നുമില്ല അതിനകത്ത്. അപ്പൊ ആ കമന്റ് ഇട്ടുകൊണ്ട് പറയുന്നതാണ്. ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പൊ അടിഭാഗത്ത് പല്ലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഊരിയില്ല. ഇതിപ്പോ മുകളിലിട്ട് പൊന്തി കുറച്ച് ഇച്ചിരി പൊന്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓള് ഊരിയതാണ്. ഇതിന്റെയും കൂടി ഇതാവുമ്പോ കുറച്ചും കൂടി പൊന്തി, അത് കുറച്ചും കൂടി കഴിഞ്ഞാലേ സെറ്റ് ആവുമല്ലോ, അതാണ്. അപ്പൊ ഇത് ഊരാനും എടുക്കാനും എല്ലാം എളുപ്പമാണ് കേട്ടോ. എന്റെ പല്ല് പൊരിക്കേണ്ടി വന്നിട്ടില്ല, അതാണ് വലിയ കാര്യം. ഋത്തിക്കിന്റെ എല്ലാം കണ്ട ഇപ്പൊ ഫുൾ ഉള്ളിലേക്ക് പോയത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അതിനൊട്ടി ഇട്ടിട്ടുണ്ട്, എല്ലാരും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ശരിയാട്ടെ. അപ്പൊ നമുക്ക് പണി നടക്കുന്ന നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചെറിയൊരു പരിപാടിയാണ് കേട്ടോ, നമുക്കത് കാണിക്കാം എന്തായാലും. അതിപ്പോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ സമയത്ത് കൊണ്ടുവെക്കും. അങ്ങനൊന്നും വെക്കലായി. ഞാനായിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഈ ബോക്സ് എടുത്ത് നടക്കാൻ നമുക്ക് രാവിലെ പെട്ടെന്ന് ഊറാണ് പറഞ്ഞ എടിയും കൂരി അങ്ങ് വെക്കലാന്ന്. ഞാൻ ആദ്യം എനിക്ക് ഋത്തിക്കിന് അനൂട്ടിക്കെല്ലാം കിട്ടിയ പാടെ എന്നാ നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടില്ല, നിങ്ങൾ കയ്യിൽ തന്നെ വെച്ചൂടെ എന്നാന്ന് കളിക്കുന്നത് ഊരിയിട്ട്. ഇപ്പൊ ഞാൻ ആടെ ഊരി വെക്കുമ്പോ എന്നെ തന്നെ നോക്കിട്ട് അമ്മേ സന്തോഷാണ്. പണ്ടെല്ലാം കമ്പ്യൂട്ടറിലാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും വന്നേരം അങ്ങനെ ഇട്ടാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് വരുവാണ്, പല്ല് പൊരിക്കേണ്ടി വരുവാണ്. അതുകൊണ്ടാണ് കേട്ടോ പല്ല് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം നിന്നത്. അപ്പൊ നമ്മള് അങ്ങനെ പറഞ്ഞ് അങ്ങ് എത്തിപ്പോട്ടെ. അപ്പൊ നമുക്ക് വേഗം ഈ കാറ്റിലേക്ക് വരാം. നോക്കുക, ഇതാണ് സാധനം കേട്ടോ. അതാ പുറത്താള് കേട്ടോ, പാലയില പുറത്താക്കി കേട്ടാ. ഇത് ജനലിൽ നോക്കണ്ടേ കേട്ടാ.
അതില്ല ഒന്നുമല്ല അതൊന്നും സാധനമില്ല. ഇതെല്ലാം സെറ്റാക്കാൻ പറ്റുന്നത് അത് അങ്ങോട്ട് തിരിച്ച് വലിച്ചാൽ മതി. തിരിച്ചടക്കടി. അങ്ങനെ ഒടിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് അപ്പം തന്നെ ശരിയാവും കേട്ടോ. ഒന്ന് അടച്ചിട്ട് ചേർത്താൽ അപ്പം തന്നെ ശരിയാവും. അപ്പം ഇതാണ് സംഭവം കേട്ടോ. ഇത് കളറാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ടിലൊന്നും കളറല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ മാത്രമേ കളറുള്ളൂ. ഉള്ളിൽ ജനലിന് 1-2 ഭംഗിക്ക് കളറാക്കിയതാണ്. ഇത് ജനലിനിടുന്ന അല്ല, ഇത് ഡോറിനിടുന്ന നെറ്റാണ് കേട്ടോ. അതായത് കൊതുകൊന്നും വൈകുന്നേരം വീട്ടിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നത്. പിന്നെ അത് സേഫ്റ്റിയാണ്. പിന്നെ കുട്ടി നമ്മൾ പുറത്ത് കാണും. അത്തേക്ക് ഇവനെ വിട്ടാലുണ്ടല്ലോ, ഇവനെ വിട്ടാലും അല്ലല്ല. അത് സംഭവം എന്ന് പറയാം, ഇവരിപ്പോ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഈ പെട്ടി മേലെ കയറാൻ വേണ്ടി മാറ്റി വിട്ടു. നമ്മളൊരു പെട്ടി വെക്കലാണ് കേട്ടാ. അത് ഇല്ലാത്തോണ്ട് പുള്ളി കേലക്കേരി പോയതാണ്. നമ്മളെ വീട്ടിന്റെ മേലെ പൂച്ചയുണ്ട്. അപ്പൊ അതിന് കാല് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ കുഞ്ഞിനിങ്ങനെ തൊടാൻ നോക്കും. മറ്റേ നോക്കണേ, ശ്രദ്ധിക്കണം. എത്തിക്കാ പെട്ടിയുടെ വെച്ചാ പെട്ടി വെച്ചാ ഇനി പോകില്ല. മോനെ വിട്ടാ നേരെ മേലേക്ക് കൊണ്ടുപോയാ നമ്മളവിടെ പെട്ടി വെക്കാം. അപ്പൊ ഇതിന്റെ കാര്യം ഏകദേശം ഇന്നിവർ ഫിറ്റാക്കുന്നതിലൊക്കെ കഴിയുന്ന തോന്നുന്നു. അപ്പൊ ഈ സംഭവം ഇതാണ് കേട്ടോ, ജനലിൽ ഇടുന്ന സംഭവമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ ഭാഗത്ത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര കൊതുകാട്ടോ. ഇവിടെ വൈകുന്നേരം ആയാലും നിൽക്കാൻ കഴിയില്ല. കൊറേ ഇങ്ങനെ വിചാരിക്കണം. അതെ, ഇവിടെ പുകയെ ഇട്ടൂടാ. ശ്വാസമുട്ടലിന്റെ ആൾക്കാർ ഇതിലുണ്ട്. അപ്പൊ നമ്മളില്ലേ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിട്ട് ഇവരടുത്ത് വിളിച്ചിട്ട് നമ്മൾ ഇതാക്കലാണ്. ഇതിന്റെ എല്ലാ ജനലിലും നമ്മൾ ഇത് ഇടാൻ വേണ്ടി പോകുന്നത്. ഈ കളറിൻ്റെത് 1-2 സ്ഥലത്തുള്ളിൽ തുറന്ന് ബാക്കി ബ്ലാക്ക് അല്ല കേട്ടോ. അത് നമ്മൾ മുന്നിൽ ഫിറ്റാക്കും കാണിച്ചു തരാം. ഇതൊന്നും കാണിച്ചാൽ നടക്കില്ല കേട്ടോ. ഞാൻ അടുത്ത് വെച്ച് സിദ്ദിഖോട് പറയാം കാര്യങ്ങൾ. സിദ്ദിഖ ഹായ്. നോക്കണേ, നീ അവനെ നോക്കിയാ മതി. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇപ്പുറത്തെ ഒരു കളറിന്റെ ആക്കുന്നുണ്ട് ഇവര്. ഒരു ഭാഗത്തേക്ക് വരും. ഇത് പുറത്തുള്ള ആളെ കാണുകയും ചെയ്യും. ഇത് പുറത്തേക്ക് വരാണെങ്കിൽ ഇത് മെയിൻ ഡോറിന്റെ ഡോറ് തുറന്നു വെക്കുകയും ചെയ്യാം. നമുക്ക് കൊതുക് വരുവില്ല. തൃശ്ശൂരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് എടമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ കമ്പനി ഉള്ളത്. ദുബായിലായിരുന്നു. നാട്ടിലിപ്പോ നമ്മൾ തുടങ്ങിയിട്ട് 8 വർഷത്തോളായത്. ഈ ഒരു സംഭവം കമ്പനിയുടെ പേര് സേഫ് നെറ്റ് എന്നാണ്. അതെ, ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് വെന്റിലേഷൻ, എയർ പാസിംഗ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കൊതുവിൻ്റെ ശല്യം, പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രാണികളെ ശല്യം, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും. നമ്മളെ വീട്ടിൽ കൊതുക് ഭയങ്കര വൈകുന്നേരമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് ഇതാക്കുമെന്ന്. ഒന്നാമത് വെച്ചാൽ ഈ കുട്ടികളിലുണ്ട്. കുട്ടികൾ വൈകിട്ട് ഇങ്ങനെ ആത്ത് നിൽക്കുമ്പോൾ തന്നെ കടിച്ചു പോകുന്നത്. നമ്മള് ബാറ്റെല്ലാം മേടിച്ചില്ലേ കൊതുകും പിന്നെ ഓട്ടർമ ഭയങ്കര വെളിയിടുമ്പോ ഇല്ലേ, ഒഴിവാക്കി കിട്ടും. അത് വെളിയിട്ടെടുത്താൽ ഓട്ടർമ വരുവാ. വെളി പുറത്തിട്ട് കൊടുത്താൽ അത് പുറത്തു പോകും. അത് ശരിയാണ്. നമ്മളെന്നൊക്കെ അകത്ത് ഫുള്ളായിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പുറത്തെ ലൈറ്റ് മാത്രം ഇടും. അങ്ങനെയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പൊ എന്തായാലും ഇതിങ്ങനെയുള്ള ഇതെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇതെന്നാണ് നമ്മള് ഇതിന്റെ ഇത് അലുമിനിയം ഫ്രെയിമാണ്. ഫ്രെയിമാണ്. പിന്നെ ഇതിന്റെ നെറ്റ് വന്നത് പോളിസ്റ്റർ നെറ്റാണ്. പോളിസ്റ്റർ നെറ്റ് 9 ത്രെഡാണ്. ഇതിന്റെ കോർണറും ആക്സറീസ് ഒക്കെ വരുന്നത് അലുമിനിയാണ്. നമ്മൾ ഫ്രെയിം 15 വർഷം വാറണ്ടി ഉണ്ട്. ഇത് ഫിസിക്കൽ ഡാമേജ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു 7 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് നെറ്റിന്. അപ്പോൾ ആർക്കെങ്കിലും വീട്ടിൽ ഇതുപോലെ ഇതെന്ന് പറയാ മൊസ്കിറ്റോ നെറ്റ് കൊതുക് വല. അപ്പോൾ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാം. അടിപൊളിയാണ് അല്ലേ? അതെ, നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്തോ. നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. കമന്റ് ബോക്സിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സിദ്ദിഖിനെ കോൺടാക്ട് ചെയ്തോ. അടിപൊളിയാണ്. അടിപൊളിയാണ്. വൈഫ് വന്നിരുന്നു. വൈഫ് കുട്ടികൾ എല്ലാവരും വന്നിരുന്നു. ഇന്ന് വന്നിട്ടില്ല അല്ലേ? അളവെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ആദ്യം ഒരിക്കൽ ഒന്ന് അളവെടുക്കും. അതിന് ശേഷം ഇതാണ് പരിപാടി. ഇത് മൊത്തം ഐറ്റം ഒക്കെ കാണിക്കാം. നമ്മൾ ഇത് ഐറ്റം എങ്ങനെയുള്ള തുറക്കുന്നില്ലെന്ന് കാണിക്കാം. ആർക്കെങ്കിലും ആവശ്യം കോൺടാക്ട് ചെയ്യാം. എന്ത് സാധനമായാലും വീട്ടിൽ എന്ത് സാധനമായാലും എത്തിയിട്ട് ആക്കിയിട്ടാൽ മതി. എന്നാന്ന് അറിയിച്ച് അല്ലേ? ഇത് പുറത്താണ് ഫിറ്റ് ചെയ്യുക. ക്ലീനിങ്ങിനെയാണോ എല്ലാം അറിയാം. ഒരു ഇത് വിൻഡോക്കാണ് അകത്ത്, ഡോറിനാണ് പുറത്ത്. നമ്പർ എന്താ പേര്? ശശികുമാർ. എവിടെ സ്ഥലം? വേലൂർ. കൊതുകിന്റെ വലയാക്കാൻ കൊതുകിന്
ഇത് ഹെയർ ഹോൾസ് അല്ലേ? എയർ വെന്റിലേഷൻ ഇല്ലേ? വെന്റിലേഷൻ അല്ലേ പറയാ? എയർ ഹോൾ നമ്മളെ മേലത്തെ റൂമിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നില്ലേ? അതിന് വേണ്ടിയിട്ട് ഇപ്പം വന്ന സാധനമാട്ടാ ഇത്. എല്ലായിടത്തും ഉണ്ടായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിത് ആദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ടൊന്ന് കാണിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ജനലിൻ്റെ മേലെല്ലാം ഉണ്ടാവില്ലേ നമ്മളെ കവി, അതിന് കൊതുക്, അതിലൂടെ കൊതുക് വരുന്നതായിട്ട് അടക്കാനുള്ള സംഭവം. ആ അങ്ങനെ തിരിച്ചു പിടിക്കണ്ടേ? ആ ഇതാണല്ലേ അതിൻ്റെ കളർ. ആ ശരിയാ, ഇങ്ങനെ ഇതാടാ നമ്മളെ മേലോട്ടാ. അതിനിത് ഒട്ടിക്കുന്ന കേട്ടോ, പുറത്തിങ്ങനെ ഒട്ടിക്കുന്ന സംഭവമാണ്. ആ എന്താല്ലേ? അല്ല അതാണ് സാധനം. സോറി, അടിയുണ്ട്. ഇതാ ഈ സാധനത്തിൽ ഒട്ടിക്കുന്ന സാധനം കേട്ടോ. ആ കൊതുക് അതിലോട്ട് പോകുന്നതായിട്ട് തന്നെ ഇത്. നല്ല ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ അന്വേഷിക്കലുണ്ട്, ആലോചിക്കലുണ്ട് ഇതെങ്ങനെയാ ആക്കുവാന്ന്. പക്ഷെ ഇതിനുള്ള ഇങ്ങനെ സാധനം വന്നത് ഇപ്പൊ കാണുന്നേട്ടാ. എല്ലായിടത്തും ഉണ്ടാവും, നമ്മളാദ്യം കാണുന്നോണ്ടാണേ. എന്താണല്ലേ വന്ന വണ്ടിയായതേ. കൊതുക് ശല്യമോ? സേഫ് നെറ്റ് 97 78 38 99 90 നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. കവി കൊതുക് ശല്യമോ? ആ കൊതുക് ശല്യം ഭയങ്കരട്ടാ. ഷൂട്ടനല്ല കുത്തിയിട്ടില്ല, അതിങ്ങനെ ചൊറിഞ്ഞോട് ഓടുന്നുണ്ടാവും. അപ്പൊ കവി എന്നാ പരിപാടി എന്നാ? അതില്ലേ നമ്മള് ഉച്ചക്ക് ഒന്ന് ചപ്പ് വറവാക്കാം. ചപ്പ് വെച്ചാല് ഒരു വെറൈറ്റി അല്ല സാധാരണ. ചപ്പ് വറവ് പറയുമ്പോ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നത് നമ്മളെ മുരിങ്ങ ചപ്പാണ്. മുരിങ്ങയിലാണോ? അപ്പൊ നമ്മള് കപ്പക്ക വറവാണോ? കപ്പക്ക വറവല്ല. അപ്പൊ പിന്നെ ചക്കയാണോ? ചക്ക എവിടെ? അല്ലല്ല, അങ്ങനെയല്ല. ആദ്യം ഒരു ഇത് കാണിക്കണം. ചക്കയാണോ? അല്ല. പിന്നെ തേങ്ങയാണോ? അല്ല. മാങ്ങയാണോ? മാങ്ങയാണോ? അല്ല. പിന്നെ പറഞ്ഞു പോയാ അറിയേണ്ടി വരും അല്ലേ? അതാണ് പ്രശ്നം. മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. അതല്ല, അപ്പൊ ഇന്ന് നമ്മൾ ഈ ചപ്പൊന്നും അല്ല കേട്ടാ. ചപ്പും ഇതൊന്നും അല്ല. അല്ല, എടുക്കൊന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടാ. സാമ്പാർ ചീരയാണോ? അല്ല. പിന്നെ വേറൊരു നിലത്തിലൊരു ചീരയില്ലേ, അതാണോ? അല്ല. കറിവേപ്പിലയാണോ? അല്ല. പിന്നെന്താണ്? അപ്പൊ എന്താണ് നമ്മൾ ഇന്നാക്കാൻ വന്നത്? മത്തൻ കുമ്പളങ്ങ. മത്തൻ കുമ്പളങ്ങേൻ്റെ ഇല നമുക്ക് വറവാക്കാം. സാധാരണ അത് വറവാക്കിയാൽ കുമ്പളങ്ങ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പറിക്കാൻ മടിക്കും. കുറേ കുമ്പളങ്ങ വിരിഞ്ഞു, ഒറ്റ ചെയ്യിക്കുന്നില്ല. പക്ഷേ സാധാരണ വർഷത്തിലെല്ലാം പറയുന്നത് വെള്ളം വറ്റിയിട്ടാകുമ്പോൾ കുമ്പളങ്ങ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇപ്പം വെള്ളം വറ്റിയിട്ടാണല്ലോ ഉള്ളത്. കുറേ ഉണ്ടായി, ഒറ്റ ചെയ്യിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഇതിന് പൊട്ടുമ്പോഴത്തേക്ക് കുമ്പള ചപ്പ് ഉണങ്ങും. അപ്പം നമ്മളെ ആഗ്രഹം മനസ്സിലായിരിക്കും. അതുകൊണ്ട് ലേശം ചപ്പ് പറിച്ച് നമുക്ക് വറക്കാം. നല്ല ശരിക്കും പറഞ്ഞാൽ ഈ കുമ്പളച്ചപ്പ് വറുത്താലേ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ ഈ മുരിങ്ങേന്റെ പൂവില്ലേ, മുരിങ്ങ പൂവിന്റെ ആ ടേസ്റ്റാണ്. ആ ഒരു പക്ഷേങ്കിൽ പിന്നെ അതിൽ വേറെ ഒന്നും കൂട്ടാൻ പാടില്ല. അത് മാത്രം. കുമ്പളങ്ങ ഇങ്ങനെ പൊട്ടുന്നുണ്ട്, ഒരുപാട് കുമ്പളങ്ങ. ഇതാ ഒന്നും ബാക്കി ഇതൊന്നുമല്ല. ഇതാടേതാ? ഇതാ ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. ചെയ്യിക്കോന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ കുമ്പളങ്ങ കണ്ടു തുടങ്ങിയല്ല അമ്മ എന്തെല്ലോ ചപ്പലിട്ട് പൊത്തി വെക്കും കണ്ടുകൊള്ളൂന്ന്. പിന്നെ കിട്ടില്ലെന്ന്. എന്നാ പിന്നെ ഞാൻ 3-4 ജനം പറിക്കട്ടെ. ഈന് പണിയൊന്നും ഇല്ലപ്പാ. അപ്പൊ ഇന്ന് കുറച്ച് മാങ്ങ പൊഴിഞ്ഞിട്ടുണ്ട്. നല്ല ബന്ധുവെല്ലാം ആയിരം നോക്കട്ടെ. പൊഴിഞ്ഞ് തണിഞ്ഞിട്ടാകുമ്പം നല്ലൊരു ബത്താസിന്റെ രസമായിരിക്കും. തീരുന്നോട്ടോ കൈ കൊണ്ട് എടുക്കുന്നില്ല. കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മോശം. ഋത്തിക്കിന് പൊയിഞ്ഞത് വേണ്ട, ഓൻ ഇങ്ങനെ പഴുത്തതേ വേണ്ട. ഒരു പെരുത്തൊന്നും കിട്ടാനില്ല മോളെ. തിന്നാലേ ഇപ്പൊക്കെ ഒരു കാര്യമുണ്ട്. ചെന വാങ്ങിയാകുമ്പോ പൊയിങ്ങ പിന്നെ നമുക്ക് ചെനയൊന്നും ഉണ്ടാവില്ല. ആ ഒന്ന് കടിച്ചു പറിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് കുഞ്ഞിക്കുട്ടിക്കും അങ്ങനെ ഒന്നും അതിന് കൈമ കൊടുത്താലേ ഈ തോട്ടൊക്കെ ചെനയൊന്നും ആവൂല. പക്ഷെ ഇത് കുഞ്ഞുമാങ്ങ ചേർത്ത് കൊടുക്കാൻ പേടിയാന്നു. കൊറ്റ ആയിപ്പോ നോക്കി ചെയ്ത് കൊടുക്കാവും. ഇതിന് റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് 370 നമുക്ക് ഒരു ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 24.5 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. നമുക്ക് ഏകദേശം 9,000 ആയിരിക്കും ഒരു ഡോറിന് റേറ്റ് വരുന്നത്. ഇതാക്കാൻ വേണ്ടി കേട്ടോ. അതുപോലെ ബാക്കിൽ വന്നത് കളറാണ് കേട്ടോ. അതാ മരല്ലായിട്ടുള്ള ഇത്
ശരിക്കും ഇടുന്നപ്പോഴത്തേക്ക് ശരിക്കും കാണുന്നില്ല. ഇത് ഫിറ്റായി കേട്ടോ, അവർ ഫിറ്റാക്കി. ഞാൻ ഇതിനും കൂടി ആക്കുന്നുണ്ട്. ഉദ്ഘാടനം കാർത്തിയായി പി. എന്റെ റിഷർട്ട് വന്നിട്ട് ഒരു പിടിച്ചത് അമ്മേ എന്നല്ല, എനിക്ക് 5 മിനിറ്റ് മതി അച്ഛാ ഈ സെറ്റാക്കി തരാം. നമ്മള് ആദ്യമായിട്ട് ആക്കുമ്പോൾ ഏത് സാധനമായാലും ഒരു കൗതുകമാണ്. അതെ, അതുകൊണ്ട് അത് ആ കൗതുകം എല്ലാരും റിഷൂട്ടിന്റെ കാര്യത്തിലേ ഉള്ളു കേട്ടോ ഇപ്പൊ. പണിയായല്ല അപ്പുറത്ത് ഇപ്പുറത്തേക്ക് പണിയായിട്ടാ. നല്ല അടിപൊളി മരലായിട്ടാ. ശരിക്കും ഇത് വെക്കണ്ടൊക്കെ തന്നെ ഇത് വെച്ചിട്ടുള്ള കേട്ടാ. വെച്ചാലേ വെക്കണ്ടൊക്കെ വെച്ചിട്ടുള്ള അടുക്കള പച്ചക്കറി എല്ലാം ഉള്ളതാവില്ല. അപ്പൊ പച്ച നോക്കാം. മുന്നിലൊക്കെ മുന്നിൽ ഇങ്ങനത്തെ കളറാക്കുമ്പോ ഒരു രീതിയില്ല, മുന്നിൽ ബ്ലാക്ക് ആക്കും ഇത്. പ്രിയമുള്ളവരെ, എത്രയും പറഞ്ഞിട്ട് നമ്മളെ വറവ് ആക്കുന്നത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം ഒരു ചെറിയ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തു പോയിനോ, ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലടാ. എന്താ എങ്ങനെയാ കവിത എന്തെല്ലാം സ്പെഷ്യൽ ആക്കിയത്? സ്പെഷ്യല് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇടാനും വെച്ചത്. അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, സർപ്രൈസ് നമ്മളൊന്നും പറയാണ്ട് വെക്കരുത്. അമ്മ തേങ്ങ ഇട്ടിട്ട് പറഞ്ഞു വെച്ചു കേട്ടോ. ഇനി തേങ്ങ ഇട്ടിട്ട് അപ്പൊ ഞാൻ മാത്രല്ല എല്ലാരും കൊണ്ട് തെറ്റുകാറ്. ഭാഗ്യം തന്നെ, എല്ലാരും ഒരുമിച്ചിട്ട് കേട്ടാ. അപ്പൊ ഇത് അന്നേരം എന്തെങ്കിലും സർപ്രൈസ് അന്നേരം മുട്ടിടാനാ? മുട്ടയാണ്. അപ്പൊ വേറെ അധികം ഒന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇത്. നിങ്ങള് ആരെങ്കിലും ഇത് പറക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് വയ്ക്കോ, നല്ല ടേസ്റ്റാണ്. അത് ഇതിന്റെ കുരുന്ന് വെച്ചല്ലേ, ഇതിങ്ങനെ ചോറിനപ്പുറത്ത് തിന്നു തന്നെ പറഞ്ഞാൽ ഇത് അങ്ങനെ ഒന്നും കടിക്കുന്നില്ല. നല്ലൊരു എന്താ പറയാ ഇറച്ചിന്റെ ഒരു ഇതാണ്, ഒരു ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും ചോറ് ഇന്ന് പുറത്തുനിന്നാക്കുമായിരുന്നു. ഇലച്ചോറാണ് കേട്ടോ. ഇലയിൽ എല്ലാവർക്കും മണിക്കും ഇത് എന്ന് ഞാൻ പറഞ്ഞു. ഇവരടുത്ത് പണിയെടുക്കുമ്പോൾ ഇവിടെ പൊടി ഇതെല്ലാം ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ ചോറ് പുറത്തുകൊണ്ടിരിക്കുന്നതിന് ഓക്കത് പാട് വറവ് വേണ്ടത്. ഞാൻ കുറച്ചേതൊന്നും ഇത്ര കുറച്ച് അല്ല, എനിക്ക് ഇത്ര മതി. ഇന്നത്ര കറിയെല്ലാം കൊണ്ടുവന്നിട്ട് മാറ്റി ഇങ്ങോട്ട് വെച്ചേട്ടാ. കുറച്ച് ചിക്കൻ മേടിച്ചിന്. ഇതൊന്ന് രസമുണ്ടാ? രസമുണ്ട്. ഇത് നമ്മൾ ഹോട്ടലിൽ വെച്ചേട്ടാ. നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ്, അവർ വീട്ടിൽ നിന്ന് ആക്കുന്നത് തന്നെയാണ്. എല്ലാവരും ലേഡീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ പണിയെടുക്കാൻ പോയിട്ട് ഇത് പണിയെടുക്കുമ്പോൾ പൊടിയെല്ലാം ആകുന്നുണ്ട് നമ്മൾ അങ്ങനെ ഇന്നാക്കും ഇതേട്ടാ. അപ്പോൾ നല്ല പൊതിച്ചോറ്. പിന്നെ പൊതിച്ചോറടാ, നമുക്ക് ചപ്പും കൂട്ടി ചോറ് മതി അല്ലേ? എന്താല്ലേ ചപ്പ് മാത്രമല്ല, എന്നെ പറ്റിക്കേണ്ടി പറയുന്നത് താമേ എരിവും പുളിയിലുള്ള മാമുണ്ടാ ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണ്. ഏതാ വിട്ട അപ്പടത് ഇപ്പൊ ഈടാ വെച്ചാൽ ഈ കല്ലിന് ഭയങ്കര ചൂടായോണ്ടല്ലേ, ഈടെ വന്നു കഴിഞ്ഞാൽ അപ്പാടെ തന്നെ കാല് വെള്ളിയിട്ട് തിരിച്ചു ഓടിക്കോളും. അപ്പൊ അങ്ങനെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ശരി, കാണാം. ബ്രോ ഓക്കെ. അപ്പൊ എല്ലാവരോടും വൈഫിനോട് ചോദിച്ചു പറയാം. മക്കളെല്ലാം ഇവിടെ വന്നിന് എല്ലാവരും ചോദിച്ചു. നമ്മൾ ഇന്ന് വരുന്നത് വിചാരിച്ചു, പക്ഷെ അവരെയും കൂടിയാണ് നമുക്ക് വീഡിയോ കാണിക്കുന്നല്ലേ. അതെ, അപ്പൊ എന്തായാലും ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. ഉഷാറായി നടക്കട്ടെ. തൃശ്ശൂർ വരുമ്പോൾ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ചെയ്തത് കാണിച്ചു തരാം. ശരി, അവിടെ പറ്റിപ്പോയി. അതും കൂടി ഇതുപോലെ ആക്കിയാൽ മതി. നല്ല കളർ ആയിട്ട് ആടെ ബ്ലാക്ക് കണ്ട, അതിന്റെ ഇത് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയി. ഞാൻ ഇങ്ങനെയല്ല മോളെ, വെറും പ്ലെയിൻ ആയിട്ടെന്നാ വിചാരിച്ചു. നല്ല നിരപ്പായിട്ട് ഇതാണ് നല്ല രസമുണ്ട് കാണാൻ. അതെ, ഇതിന്റെ ഇങ്ങനെ ചെയ്തട്ടാ. അടുക്കള ഭാഗത്ത് ഇനി ഒരു ഹോം ടൂർ അങ്ങോട്ട് നടന്നോളൂ. അത് അമ്മേൻ്റെ റൂമാണ്. സെൻട്രലിൽ 2 ചാനൽ ചെയ്തിനേട്ടാ. ഈ ഒരു ചാനലും ആ ചാനലും. അമ്മേന്റെ റൂമിലും അങ്ങനെയാണ്. അമ്മേന്റെ റൂമിൽ തടിയുടെ വരുന്നത് എവിടെയുണ്ട് കേട്ടോ ഇത്. കളറല്ല അമ്മേ, അയ്യോ ബ്ലാക്ക് കളറാണ്. ഇതാ കണ്ടാ കണ്ടാ, ബ്ലാക്ക്. അങ്ങനെ കവി വേറെ അവിടെ ഫ്ലവർ ഉള്ളത് ഇത് നോക്കി. അത് കണ്ട് ഞാൻ അപ്പൊ കാണിച്ചു. ഇനി എങ്ങനെയാ കൊതുക് വൈറ്റ് ആയിട്ടാവുമ്പോ ഉണ്ടാവോ ഇല്ലയോ എന്ന് വൈറ്റ് പറയാം. ഈ വീട്ടിലുള്ള മൊത്തം അപ്പുറം അലങ്കോലായി കിടക്കുന്നു. ഇവര് രണ്ടാളും ഇവനെ ലീവ് തുടങ്ങിയല്ല.
അതുകൊണ്ട് രണ്ടാളും കൂടി മതിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഋഷിക്കിനെയും കൊണ്ട് ചെക്കപ്പിന് പോകണം, അതുപോലെ തന്നെ അമ്മേനെയും കൊണ്ട് ചെക്കപ്പിന് പോകണം. രണ്ടാളെയും ചെക്കപ്പിന് പോകുന്ന ദിവസമായിരുന്നു. പോകുന്നതിന് കാരണമുണ്ട് പറയാം. നമുക്ക് ഋഷിവിടണമെന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ഒരു യാത്ര, നാളെ മറ്റന്നാളായിട്ട് യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ നമ്മൾ പോകും. വേഗം കിഞ്ഞാ. അപ്പം നമ്മൾ ആശുപത്രി പോകാൻ വേണ്ടി കിഞ്ഞാന്ന് അമ്മ എല്ലാവരും പോവാമേ. പൗഡറിലും നെറ്റിക്കത്താണ്.